Now next is how to calculate life of a reservoir. ഇത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. First step is the required reservoir capacity is determined from the considerations required, and by knowing the inflow rate we have to calculate capacity by inflow ratio and obtain the trap efficiency. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മൾ റിസർവറിന്റെ ലൈഫ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ റേറ്റ് വെച്ചിട്ട് കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈറ്റ is equal to f of capacity by inflow. ഇത് വേണം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കാൻ. അതായത് റിസർവോയർ കപ്പാസിറ്റിയെ നമ്മൾ പറയുന്ന കൺസിഡറേഷൻസ് ഒക്കെ വെച്ച് റിസർവോയർ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. എന്നിട്ട് ഇൻഫ്ലോ റേറ്റ് അറിയാമെങ്കിൽ കപ്പാസിറ്റി ബൈ ഇൻഫ്ലോ റേഷ്യോ കണ്ടുപിടിക്കാം. അത് വെച്ച് നമുക്ക് ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഈ പറയുന്ന സെഡിമെന്റ് ട്രാപ്പ് പെർസെന്റേജും ട്രാപ്പ് കപ്പാസിറ്റി ഇൻഫ്ലോ കർവ് ഉപയോഗിച്ച് നമുക്ക് ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. റിസർവോയർ കപ്പാസിറ്റി നമുക്ക് പല കൺസിഡറേഷൻസ് നിന്നും കിട്ടും. ഇൻഫ്ലോ റേറ്റും അറിയാമെങ്കിൽ നമുക്ക് ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടത് ഫോർ ഫുൾ കപ്പാസിറ്റി ഓഫ് റിസർവോയർ. ട്രാപ്പ് എഫിഷ്യൻസി ഫോർ full capacity of reservoir. We have to calculate trap efficiency for full capacity of reservoir. Adana first step. Then second step is we have to divide the capacity into suitable interval, assuming that 10% of capacity has been reduced due to sediment load. Find the trap efficiency for reduced capacity. Adayathu trap efficiency ye nammal intervals aayittu divide cheyanam. Divide eta into 10% sub intervals. അത് നമ്മൾ ഒരു particular sub intervalsലായിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം assuming 10% of capacity has been reduced due to sediment deposit, find the trap efficiency for reduced capacity. Then find eta for 90% of capacity and original inflow. അതായത് നമ്മൾ ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് ഇവിടെ കപ്പാസിറ്റിയെ പല ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സേ 10% ആയിട്ടുള്ള സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 10%നെ സെഡിമെന്റ് ഡെപ്പോസിറ്റ് കാരണം 10% റെഡ്യൂസ് ആയെന്ന് എടുക്കുന്നു. അതായത് കപ്പാസിറ്റിയെ പല സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ 10% സബ് ഇന്റർവെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 10% കപ്പാസിറ്റി സെഡിമെന്റ് ഡെപ്പോസിറ്റ് കാരണം കുറഞ്ഞെന്ന് അസ്യൂം ചെയ്യും. അപ്പൊ ബാക്കി എത്രയാണ് കപ്പാസിറ്റി? 90% ആണ് ബാക്കിയുള്ള കപ്പാസിറ്റി. അപ്പൊ 90% ഓഫ് ദ കപ്പാസിറ്റിയും ഇൻഫ്ലോയും വെച്ച് എന്ത് കണ്ടുപിടിക്കണം? ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പൊ കപ്പാസിറ്റി 90%ഉം ഇൻഫ്ലോയും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അപ്പൊ ഫോർ ദിസ് ഇന്റർവൽ ഓഫ് 10% കപ്പാസിറ്റി ഫൈൻഡ് ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി ബൈ ദി ആവറേജ് ഓഫ് ഈറ്റ ഫൗണ്ട് ഇൻ സ്റ്റെപ്സ് 2 and 3. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ 10% ഇന്റർവൽ ഫോർ ഇന്റർവൽ ഓഫ് 10% കപ്പാസിറ്റി ഫൈൻഡ് ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി. ഇനി നമ്മൾ ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഈ ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി എങ്ങനെയാണ്? ഓരോ 10% മാറ്റി ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആവറേജ് എടുക്കുക. ആവറേജ് എടുത്ത് ട്രാപ്പ് എഫിഷ്യൻസി കണ്ടുപിടിക്കുക. Now ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡിറ്റർമിൻ സെഡിമെന്റ് ഇൻഫ്ലോ റേറ്റ് ബൈ ടേക്കിംഗ് വാട്ടർ സാമ്പിൾസ് ആൻഡ് drying the sediment. Multiply the total annual sediment transported by trap efficiency by the trap efficiency found in step 3 and convert the sediment deposited into hectare meter or volumetric units deposited in 1 year. അപ്പോൾ നമ്മൾ എന്താണ്
സെഡിമെന്റ് ഇൻഫ്ലോ റേറ്റിനെ കണ്ടുപിടിക്കണം. സെഡിമെന്റ് ഡെപ്പോസിറ്റഡ് കാൽക്കുലേറ്റ് ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നത്? പിന്നെ സെഡിമെന്റ് ഡെപ്പോസിറ്റഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം നമ്മൾ വാട്ടർ സാമ്പിൾസ് എടുത്ത് അതിനെ ഡ്രൈ ചെയ്തിട്ട് സെഡിമെന്റ് ഇൻഫ്ലോ റേറ്റ് കിട്ടും. സെഡിമെന്റ് ഇൻഫ്ലോ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? വാട്ടർ സാമ്പിൾ എടുത്ത് അതിനെ ഡ്രൈ ചെയ്യണം. അത് ഡ്രൈ ചെയ്തതിന് ശേഷം ടോട്ടൽ ആനുവൽ സെഡിമെന്റ് ട്രാൻസ്പോർട്ടഡ് നമുക്ക് ട്രാപ്പ് എഫിഷ്യൻസി വെച്ച് കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 3 ട്രാപ്പ് എഫിഷ്യൻസി ഉപയോഗിച്ച് ടോട്ടൽ ആനുവൽ സെഡിമെന്റ് ട്രാൻസ്പോർട്ടഡ് കണ്ടുപിടിക്കാം. എന്നിട്ട് സെഡിമെന്റ് ഡെപ്പോസിറ്റഡിനെ വോളിയോമെട്രിക് യൂണിറ്റ്സിലോട്ട് മാറ്റണം. സെഡിമെന്റ് ഡെപ്പോസിറ്റഡിനെ വോളിയോമെട്രിക് യൂണിറ്റ്സിലോട്ട് മാറ്റണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വോളിയം ഇന്റർവെലിനെ divide the volume interval that is 10% of the capacity by sediment deposited to get the number of years to fill this volume interval of 10% capacity. Number of years to fill volume interval. അത് വേണം കണ്ടുപിടിക്കാൻ. അതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ഈ വോളിയം ഇന്റർവെല്ലിൽ അതായത് 10% കപ്പാസിറ്റി ഉള്ള ആ വോളിയം ഇന്റർവെല്ലിനെ ഡിവൈഡ് ദ വോളിയം ഇന്റർവെൽ ബൈ സെഡിമെന്റ് ഡെപ്പോസിറ്റഡ് ഇൻ സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 കിട്ടിയ സെഡിമെന്റ് ഡെപ്പോസിറ്റഡ് ഉപയോഗിച്ച് വോളിയം ഇന്റർവെല്ലിനെ ഡിവൈഡ് ചെയ്യണം. അതായത് 10% ഓഫ് കപ്പാസിറ്റി എന്ന് പറഞ്ഞെടുത്തില്ല, ആ വോളിയം ഇന്റർവെല്ലിനെ നമ്മൾ സെഡിമെന്റ് ഡെപ്പോസിറ്റഡ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Number of years to fill the volume interval of 10% capacity കിട്ടും. Number of years to fill volume interval of 10% capacity കിട്ടും. അതിനുശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Repeat the procedure for further intervals and the total life of reservoir will be equal to the total number of years required to fill each of the volume intervals. അപ്പം repeat for various intervals. പല ഇന്റർവെൽസിനും റിപ്പീറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ഔട്ട് ടോട്ടൽ ലൈഫ്. അതായത് ഇവിടെ നമ്മൾ 90% ആദ്യം ചെയ്തു. ഇനി നമ്മൾ ഇതേ പ്രൊസീജിയർ 80%, 70%, 60% അങ്ങനെ 20% വരെ ചെയ്തിട്ട് എല്ലാത്തിനും റിപ്പീറ്റ് പ്രൊസീജിയർ ഫോർ ഫർദർ ഇന്റർവെൽസ്. ഇപ്പൊ 90% എടുത്തു, അത് കഴിഞ്ഞ് നമ്മൾ 80ക്ക് 70ക്ക് അങ്ങനെ 20% വരെ എടുത്തിട്ട് ടോട്ടൽ ലൈഫ് ഓഫ് ദ റിസർവോയർ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ഓഫ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു ഫിൽ ഈച്ച് വോളിയം ഇന്റർവെൽ. ഓരോ വോളിയം ഇന്റർവെലും ഫിൽ ചെയ്യാൻ വേണ്ടി എത്ര വർഷം എടുക്കുന്നു അതിന്റെ എല്ലാം കൂടെ ടോട്ടൽ ആയിരിക്കും ടോട്ടൽ ലൈഫ് ഓഫ് റിസർവോയർ. സോ ദിസ് ഈസ് ഹൗ യു കാൽക്കുലേറ്റ് ലൈഫ് ഓഫ് എ റിസർവോയർ. Clear? This is how you calculate life of a reservoir. 6 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താണ്? required capacity is determined from considerations and knowing the inflow rate we can calculate capacity by inflow ratio. അത് വെച്ചിട്ട് നമുക്ക് ട്രാപ്പ് എഫിഷ്യൻസി കർവിൽ നിന്ന് കിട്ടും. അത് എന്തിനാണ് കണ്ടുപിടിക്കുന്നത്? ഫുൾ കപ്പാസിറ്റിക്ക് കണ്ടുപിടിക്കും. അതിനുശേഷം സെക്കൻഡ് സ്റ്റെപ്പിൽ പറയുന്നത് നമ്മൾ ഈ ടോട്ടൽ കപ്പാസിറ്റിയെ സ്യൂട്ടബിൾ ഇന്റർവെൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സ്യൂട്ടബിൾ ഇന്റർവെൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് 10% ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ 10% കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്തെന്ന് അസ്യൂം ചെയ്യും. സെഡിമെന്റ് ഡെപ്പോസിറ്റ് ആണ് 10% കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്തെന്ന് അസ്യൂം ചെയ്യും. ഇനി നമ്മൾ 90% റെഡ്യൂസ്ഡ് കപ്പാസിറ്റി, അതായത് റെഡ്യൂസ്ഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒറിജിനലിന്റെ 90% ആയിരിക്കും. അതിനുവേണ്ടി അതിന്റെ ആ 90% കപ്പാസിറ്റിയും ഈ ഇൻഫ്ലോ റേറ്റ് ഉപയോഗിച്ച് നമ്മൾ ട്രാപ്പ് എഫിഷ്യൻസി വീണ്ടും കണ്ടുപിടിക്കും. അപ്പോൾ for this 10% capacity we have to find the average trap efficiency by taking the average of eta found in steps 2 and 3. Step 2 and 3 എന്നുള്ള ആവറേജ് eta കണ്ടുപിടിക്കും. അതിനുശേഷം നമ്മൾ സെഡിമെന്റ് ഇൻഫ്ലോ റേറ്റ് കണ്ടുപിടിക്കണം. അതായത് വാട്ടർ സാമ്പിൾ എടുത്ത് ഡ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സെഡിമെന്റ് ഇൻഫ്ലോ റേറ്റ് കിട്ടും. അപ്പോൾ ഈ ടോട്ടൽ ആനുവൽ സെഡിമെന്റ് ട്രാൻസ്പോർട്ടഡിനെ ട്രാപ്പ് എഫിഷ്യൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടോട്ടൽ ആനുവൽ സെഡിമെന്റ് ട്രാൻസ്പോർട്ടഡിനെ ട്രാപ്പ് എഫിഷ്യൻസി കൊണ്ട് സ്റ്റെപ്പ് 3 ആവറേജ് ട്രാപ്പ് എഫിഷ്യൻസി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്
അതിനെ സെഡിമെന്റ് ഡെപ്പോസിറ്റഡിനെ വോളിമെട്രിക് യൂണിറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യണം. എമൗണ്ട് ഓഫ് സെഡിമെന്റ് ഡെപ്പോസിറ്റഡിനെ വോളിമെട്രിക് യൂണിറ്റ്സിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഇനി നമ്മൾ ഈ വോളിയം ഇന്റർവെല്ലിനെ, അതായത് വോളിയം ഇന്റർവെല്ലിനെ സെഡിമെന്റ് ഡെപ്പോസിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. വോളിയം ഇന്റർവെല്ലിനെ സെഡിമെന്റ് ഡെപ്പോസിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. 10% ഓഫ് കപ്പാസിറ്റി, അതാണ് വോളിയം ഇന്റർവെൽ. അതിനെ നമ്മൾ സെഡിമെന്റ് ഡെപ്പോസിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ ദാറ്റ് വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു ഫിൽ ദ വോളിയം ഇന്റർവെൽ ഓഫ് 10% കപ്പാസിറ്റി. അങ്ങനെ വോളിയം ഇന്റർവെൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10% കപ്പാസിറ്റി വോളിയം ഇന്റർവെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ എത്ര ഇയേഴ്സ് എടുത്താണ് ഇത് ഫിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ 90% കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ പ്രൊസീജിയർ 80% എടുക്കും, 70% എടുക്കും, അങ്ങനെ 20% വരെയുള്ള വാല്യൂസിന് എടുക്കും. എടുത്തിട്ട് ഓരോന്നിനും നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് റിക്വയർഡ് ടു ഫിൽ ദ റിസർവോയർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാ സം എടുത്തു കഴിയുമ്പോൾ വീൽ ഗെറ്റ് ദ ടോട്ടൽ ലൈഫ് ഓഫ് ദ റിസർവോയർ. ദെൻ വീൽ ഗെറ്റ് ടോട്ടൽ ലൈഫ് ഓഫ് റിസർവോയർ. Thus we'll get the total life of reservoir. Now next is reservoir sediment control. Following are some of the methods used for controlling of silting of reservoirs. എങ്ങനെ നമുക്ക് silting of reservoir control ചെയ്യാം, അല്ലെങ്കിൽ sediment control എങ്ങനെ നടത്താൻ നോക്കാം. First step is by proper selection of reservoir site. Proper site selection. Second step control of, അല്ല ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. പ്രോപ്പർ സൈറ്റ് സെലക്ഷൻ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ the silt transported in the system depends upon nature of catchment. നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു silt transported depends on the nature of catchment. അപ്പോൾ stream collecting water from catchment area having soft or loose soil and having steep slopes may carry sediment, more sediment load. Hence reservoir site should be such that it excludes runoff from easily erodible catchment area, and if a certain tributary of the main stream carries more silt, the dam should be constructed to the upstream of the tributary. അപ്പോൾ എന്താണ് ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, കാച്ച്മെന്റ് ഏരിയയുടെ സോയിൽ നേച്ചർ അനുസരിച്ച് ഈ സെഡിമെന്റേഷന്റെ എമൗണ്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതായത് സോഫ്റ്റ് സോയിൽ അല്ലെങ്കിൽ ലൂസ് സോയിൽ ഉള്ള വരുന്ന സ്ട്രീം ആണെങ്കിൽ അത് ക്യാരി ചെയ്യുന്ന സെഡിമെന്റ്സിന്റെ അല്ലെങ്കിൽ സിൽറ്റിന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. സ്റ്റീപ്പ് സ്ലോപ്സ് ഉണ്ടെങ്കിലും കൂടുതൽ സെഡിമെന്റ് ലോഡ് ക്യാരി ചെയ്യും. അപ്പോൾ നമ്മൾ റിസർവോയർ സൈറ്റ് എങ്ങനെയായിരിക്കണം? റിസർവോയർ സൈറ്റ് ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് എക്സ്ക്ലൂഡ്സ് റൺ ഓഫ് ഫ്രം ഈസിലി ഇറോഡബിൾ ഏരിയ. ഈസിലി ഇറോഡബിൾ കാച്ച്മെന്റ് എന്നുള്ള റൺ ഓഫ് വരാത്ത വിധത്തിലുള്ള സൈറ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു ഏതെങ്കിലും ട്രിബ്യൂട്ടറി കൂടുതൽ സിൽറ്റ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഡാം ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ടു ദ അപ്സ്ട്രീം ഓഫ് ദ ട്രിബ്യൂട്ടറി. ഏതെങ്കിലും ട്രിബ്യൂട്ടറി കൂടുതൽ സിൽറ്റ് ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഡാം നമ്മൾ ആ ട്രിബ്യൂട്ടറിയുടെ അപ്സ്ട്രീമിൽ കൺസ്ട്രക്ട് ചെയ്യണം. നെക്സ്റ്റ് ഇസ് കൺട്രോൾ ഓഫ് സെഡിമെന്റ് ഇൻഫ്ലോ. സെക്കൻഡ് പോയിന്റ്, കൺട്രോൾ ഓഫ് സെഡിമെന്റ് ഇൻഫ്ലോ. അതെങ്ങനെയാണ്? This is a preventive measure. Small check dams may be constructed across tributaries which carry more silt. കൂടുതൽ സിൽറ്റ് ക്യാരി ചെയ്യുന്ന ട്രിബ്യൂട്ടറീസിന് അക്രോസ് ആയിട്ട് നമുക്ക് ചെക്ക് ഡാംസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാം. അല്ലെങ്കിൽ we can increase the vegetal cover over the catchment area, which also decreases soil erosion and hence sediment inflow is reduced. Sediment inflow നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ ചെക്ക് ഡാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാം. അതായത് കൂടുതൽ സിൽറ്റ് വരുന്ന ട്രിബ്യൂട്ടറീസിന് അക്രോസ് ആയിട്ട് ചെക്ക് ഡാം കൺസ്ട്രക്ട് ചെയ്യാം. പിന്നെ ഒരു മെത്തേഡ് എന്താണ്? വെജിറ്റേറ്റീവ് കവർ കൂട്ടി കൊടുത്താലും നമുക്ക് ഇറോഷനെ കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇറോഷൻ കുറയുമ്പോൾ സെഡിമെന്റ് ഇൻഫ്ലോയും കുറയും. അപ്പൊ ഇതാണ് സെക്കൻഡ് മെത്തേഡ്. അതൊരു പ്രിവെന്റീവ് മെഷർ ആണ്, കൺട്രോൾ ഓഫ് സെഡിമെന്റ് ഇൻഫ്ലോ. തേർഡ് ഇസ് പ്രോപ്പർ ഡിസൈനിങ് ആൻഡ് റിസർവോയർ പ്ലാനിങ്. പ്രോപ്പർ ഡിസൈനിങ് ആൻഡ് പ്ലാനിങ് ആണ് തേർഡ്. അതെങ്ങനെയാണ് പറയുന്നത്? The sediment trapped in the reservoir depends upon reservoir planning.
റിസർവോയർ പ്ലാനിങ്ങിനെയും സെഡിമെന്റ് ട്രാപ്ഡ് എഫക്ട് ചെയ്യുന്നുണ്ട്. അല്ല, സെഡിമെന്റ് ട്രാപ്ഡ് റിസർവോയർ പ്ലാനിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് സ്മോൾ റിസർവോയർ ഓൺ എ ലാർജ് റിവർ മീൻസ് ലെസ്സർ ട്രാപ്പ് എഫിഷ്യൻസി. സ്മോൾ റിസർവോയർ ഓൺ എ ലാർജ് സ്ട്രീം ആകുമ്പോൾ ട്രാപ്പ് എഫിഷ്യൻസി കുറവായിരിക്കും. So if the dam is constructed lower in the first instance and is being raised in stages, ഡാമിനെ ലോവർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഫർദർ സ്റ്റേജസിലായി റേസ് ചെയ്യുവാണെങ്കിൽ ലൈഫ് ഓഫ് റിസർവോയർ വിൽ ബി വെരി മച്ച് ഇൻക്രീസ്ഡ്. അതായത് ഡ്യൂറിംഗ് ഫ്ലഡ്സ് the sediment carried by a stream is maximum. Hence sufficient outlet should be provided in the dam at various elevations. അതായത് ഹൈ ഫ്ലഡിന്റെ സമയത്ത് സ്ട്രീമിനകത്തുള്ള സെഡിമെന്റിന്റെ എമൗണ്ട് മാക്സിമം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ സൂട്ടബിൾ ഔട്ട്ലെറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഡാമിന്റെ പല പല എലിവേഷൻസിൽ സഫീഷ്യന്റ് ഔട്ട്ലെറ്റ്സ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ ഫ്ലഡ്സ് ക്യാൻ ബി ഡിസ്ചാർജ് ടു ദ ഡൗൺ സ്ട്രീം വിത്തൗട്ട് മച്ച് സിൽറ്റ് ഡെപ്പോസിറ്റ്. സിൽറ്റ് അധികം ഡെപ്പോസിറ്റ് ചെയ്യാതെ നമുക്ക് ഈ ഔട്ട്ലെറ്റ്സിലൂടെ ഡിസ്ചാർജ് ചെയ്ത് വിടാം. അങ്ങനെയാണ് പ്രോപ്പർ ഡിസൈനിങ്ങും റിസർവോയർ പ്ലാനിങ്ങും സെഡിമെന്റ് കൺട്രോളിന് സഹായിക്കുന്നത്. എങ്ങനെയാണ്? സെഡിമെന്റ് ട്രാപ്ഡ് ഡിപ്പെൻഡ്സ് ഓൺ റിസർവോയർ പ്ലാനിങ്. അതായത് ചെറിയ റിസർവോയറിനെ വലിയ റിവറിൽ കൺസ്ട്രക്ട് ചെയ്താൽ ട്രാപ്പ് എഫിഷ്യൻസി കുറയും. അപ്പൊ നമ്മൾ ഡാമിനെ ആദ്യം ലോവർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഫർദർ സ്റ്റേജസിൽ അതിനെ റേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിസർവോയറിന്റെ ലൈഫിനെ ഒരുപാട് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലഡ് ഉള്ള സമയത്ത് സെഡിമെന്റ് ക്യാരിഡ് മാക്സിമം ആയിരിക്കും. അപ്പൊ നമ്മൾ സൂട്ടബിൾ ഔട്ട്ലെറ്റ്സ് പ്രൊവൈഡ് ചെയ്ത് ഡിസ്ചാർജിനെ ഡൗൺ സ്ട്രീമിലോട്ട്, അതായത് ഫ്ലഡിനെ ഡൗൺ സ്ട്രീമിലോട്ട് ഡിസ്ചാർജ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ സിൽറ്റ് ഡെപ്പോസിഷൻ കുറയ്ക്കാൻ സാധിക്കും. Now fourth one is control of sediment deposit. അതെങ്ങനെ എഫക്ട് ചെയ്യുന്നത്? സെഡിമെന്റ് ഡെപ്പോസിറ്റ്സ് ഇൻ ദ റിസർവോയർ ക്യാൻ ബി controlled by proper operations of the gates of scouring sluices and the head regulators of the canals. കനാലിന്റെ ഹെഡ് റെഗുലേറ്ററും ഗേറ്റ്സ് ഓഫ് സ്കോറിംഗ് സ്ലൂയിസസും പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെഡിമെന്റ് ഡെപ്പോസിറ്റ് കുറയ്ക്കാൻ പറ്റും. So these should be so designed and operated that selective removal of silt is affected. Selective removal of silt is affected. അങ്ങനെ വേണം നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്യാം. So during floods when sediment influence high, scouring sluices must be open to discharge the silt downstream. അപ്പോൾ നമ്മൾ ഫ്ലഡ് ഉള്ള സമയത്ത് സ്കൗറിംഗ് സ്ലൂയിസസിനെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഫ്ലഡ് ഉള്ളപ്പോൾ എന്താണ്? സെഡിമെന്റ് ഇൻഫ്ലോ കൂടുതലായിരിക്കും. അപ്പോൾ സ്കൗറിംഗ് സ്ലൂയിസസ് തുറന്നു കൊടുത്താൽ സിൽറ്റ് ഡെപ്പോസിഷൻ സിൽറ്റ് ഡിസ്ചാർജ് ഡൗൺ സ്ട്രീമിലോട്ട് ആക്കാൻ പറ്റും. Thus we can control the sediment deposit. Fourth one is removal of sediment. Fifth one is removal of sediment deposit. Removal of sediment deposit എങ്ങനെയാണ്? അതൊരു ക്യൂറേറ്റീവ് മെഷർ ആണ്. റിമൂവൽ ഓഫ് സെഡിമെന്റ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ക്യൂറേറ്റീവ് മെഷർ. അതായത് അണ്ടർ സ്ലൂയിസസ് യൂസ് ചെയ്താൽ നമുക്കും ഡെപ്പോസിറ്റിനെ സ്കൗർ ചെയ്യാൻ പറ്റും. അണ്ടർ സ്ലൂയിസസ് മേ ബി യൂസ് ടു സ്കൗർ ദ ഡെപ്പോസിറ്റഡ് ഡെപ്പോസിറ്റ് ചെയ്ത സെൽറ്റിനെ സ്കൗർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അണ്ടർ സ്ലൂയിസ് യൂസ് ചെയ്യാം. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ it has been observed that when the scouring sluices are operated, they do not remove the bulk of silt. A narrow channel is scooped along its line and the rest of the silt remains undisturbed. പക്ഷെ അങ്ങനെ അണ്ടർ സ്ലൂയിസ് പ്രൊവൈഡ് ചെയ്താലും സിൽറ്റിന്റെ ബൾക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. പകരം ഒരു നാരോ ചാനലായിട്ട് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ സിൽറ്റ് ഡെപ്പോസിറ്റ് ക്യാൻ ഓൾസോ ബി റിമൂവ്ഡ് ബൈ എക്സ്കവേറ്റിംഗ് ആൻഡ് ഡ്രെഡ്ജിങ് പ്രോസസ്സസ്. എക്സ്കവേഷനും ഡ്രെഡ്ജിങ്ങും വഴി നമുക്ക് സിൽറ്റ് ഡെപ്പോസിറ്റ്സിനെ റിമൂവ് ചെയ്യാം. പക്ഷെ അത് വളരെ കോസ്റ്റ്ലി ആയിരിക്കും. അപ്പം ബെസ്റ്റ് വേ എന്താണെന്ന് വെച്ചാൽ ടു ഫസ്റ്റ് ഡിസ്റ്റർബ് ദ സിൽറ്റ് ഡെപ്പോസിറ്റ് ബൈ മെക്കാനിക്കൽ മീൻസ് സോ ദാറ്റ് സിൽറ്റ് ഇസ് ലൂസൻഡ് ആൻഡ് pushed towards the sluices and then operating the sluices so that most of the silt is discharged downstream. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെഡിമെന്റ് ഡെപ്പോസിറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? മെക്കാനിക്കൽ മീൻസ് ഉപയോഗിച്ച് ഡിസ്റ്റർബ് ചെയ്യണം. അവിടെ ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നതാണല്ലോ, അതിനെ നമ്മൾ എന്തെങ്കിലും മെക്കാനിക്കൽ മീൻസ് ഉപയോഗിച്ച് അതിനെ ഡിസ്റ്റർബ് ചെയ്യണം. ഡിസ്റ്റർബ് ചെയ്ത് കഴിയുമ്പോൾ ആ ഡെപ്പോസിറ്റഡ് സിൽറ്റ് ഒന്ന് ലൂസാവും. അത് ലൂസായിട്ട് അത് സ്ലൂയിസസിന്റെ അങ്ങോട്ട് പുഷാവും. അത് ലൂസായിട്ട് സ്ലൂയിസസിന്റെ അങ്ങോട്ട് പുഷാവും. അപ്പൊ നമ്മൾ ഈ സ്ലൂയിസസ് തുറന്നു കൊടുക്കുവാണെങ്കിൽ ഈ ഇതെല്ലാം ഡൗൺ സ്ട്രീമിലോട്ട് ഡിസ്ചാർജ് ചെയ്യും. അനദർ യൂസ്ഫുൾ വേറൊരു യൂസ്ഫുൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ
to let most of the flood water pass through scouring sluices with minimum detention in the reservoir. Detention എന്ന് പറഞ്ഞാൽ അതിനകത്ത് തങ്ങി നിൽക്കുന്ന സമയം കുറച്ചുകൊണ്ട് നമ്മൾ ഫ്ലഡിനെ പാസ് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ എന്താണ് സിൽറ്റിംഗ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിനെന്ത് വേണം? സ്ട്രോങ് സ്ട്രക്ചറൽ കമ്പോണൻസ് ഓഫ് സ്ലൂയിസ് ഗേറ്റ്സ് വേണം. അതായത് വാട്ടർ അങ്ങ് ഫ്ലോ ചെയ്ത് പോകണം. അധികം നാൾ റിസർവറിൽ നിൽക്കാതെ ഫ്ലോ ചെയ്ത് പോവുകയാണെങ്കിൽ സിൽറ്റ് ഡെപ്പോസിഷനുള്ള സമയവും കുറവായിരിക്കും. ഡിറ്റൻഷൻ പീരീഡ് കുറയ്ക്കുമ്പോൾ സിൽറ്റ് ഡെപ്പോസിഷൻ കുറയും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് സിൽറ്റ് ഡെപ്പോസിറ്റിനെ റിമൂവ് ചെയ്യാൻ പറ്റും. And the sixth and the last method is erosion control in catchment area. Erosion control in catchment. Erosion control in catchment. അതായത് soil conservation നുള്ള പല methods യൂസ് ചെയ്ത്, അതായത് by the provision of control bunds, checking gully formation by small embankments, afforestation, regrassing, control of grazing. അങ്ങനെ നമ്മൾ soil conservation നുള്ള methods ഒക്കെ യൂസ് ചെയ്ത് erosion of catchment area കൺട്രോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിൽറ്റിംഗ് കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പൊ സോയിൽ കൺസർവേഷൻ ടെക്നീക്സ് അഡോപ്റ്റ് ചെയ്യണം. ഏതൊക്കെയാണ്? പല പല സോയിൽ കൺസർവേഷൻ ടെക്നീക്സ് ഉണ്ട്. സച്ച് ആസ് വി ക്യാൻ പ്രൊവൈഡ് കൺട്രോൾ ബണ്ട്സ്, ചെക്കിംഗ് ഗള്ളി ഫോർമേഷൻ ബൈ പ്രൊവൈഡിങ് സ്മോൾ എംബാങ്ക്മെന്റ്സ്, പിന്നെ അഫോറസ്റ്റേഷൻ. അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പ്ലാന്റ് ട്രീസ്, കൂടുതൽ വെജിറ്റേഷൻ പ്രൊവൈഡ്, അഫോറസ്റ്റേഷൻ, പിന്നെ റീഗ്രാസിംഗ്, കൺട്രോൾ ഓഫ് ഗ്രേസിംഗ്. അങ്ങനെ പല പല മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മൾ സോയിലിനെ കൺസേർവ് ചെയ്യണം. സോയിൽ ഇറോഷൻ ഉണ്ടാവാതെ ശ്രമിക്കണം. സോയിൽ ഇറോഷൻ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഈ കാച്ച്മെന്റിലൂടെ വരുന്ന വാട്ടറിനകത്ത് സെഡിമെന്റ്സിന്റെ അളവ് കുറവായിരിക്കും, അല്ലെങ്കിൽ സെഡിമെന്റ്സ് അളവ് കാണത്തില്ല. നമ്മൾ ഇറോഷൻ കൺട്രോൾ ചെയ്താലും നമുക്ക് റിസർവറിലെ സെഡിമെന്റ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. So thus we have completed module 5. Thank you.